ആരറിയവൻ? എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുണ്ട്. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദിയാണ്. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. കേരളത്തിലെ ആൺപിള്ളേർക്ക് രണ്ടാഴ്ച ജിമ്മി പോയാ എനക്കും വരും സിക്സ് പാക്ക്. തങ്കത്തിനൊരു പാവാണ് കൊച്ചമ്മേ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ അത് താടി അല്ല. ഊരും പേരും അറിയാത്തൊന്നും വീട്ടിൽ കേട്ടരുത്. അത് പറയാ നീ ആരാ? എടാ വായ നോക്കിയിരിക്കാതെ അപ്പുറത്തോട് പാടാ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര. വിശ്വസിക്കുന്നു. ദിസ് ഇസ് ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Subix Kids Wear and Odisea Classmate Shoes and Backpacks. ഇന്ന് ആസ് യൂഷ്വൽ നമുക്കൊരു വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ആൻഡ് ഈ ഇടയായിട്ട് എല്ലാ ചാനലിലും പിന്നെ എല്ലാ സിനിമകളിലൊക്കെ എവിടെ ചെന്നാലും ഈ കുട്ടിയുടെ പേര് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കട്ടുറുമ്പിന്റെ ഫ്ലോറിൽ വെച്ചിട്ട് ഈ കുട്ടിയെ നമുക്ക് അടുത്തറിയാം. ലെറ്റ്സ് ഇൻവൈറ്റ് മാളവിക. ഇത് ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിലാണ് ഇപ്പൊ മാളവിക എൻട്രി തന്നത്. ഐ തിങ്ക് ദാറ്റ് മൂവി ഓൾസോ വാസ് ലൈക്ക് മാളവികയ്ക്ക് നല്ല എല്ലാവരും ശ്രദ്ധിച്ച ഒരു സിനിമയാണ്. പക്ഷെ എനിക്കൊന്ന് വിച്ച് വാസ് യുവർ ഫസ്റ്റ് മൂവി? ഫസ്റ്റ് മൂവി വാസ് കഴുത്ത പക്ഷികൾ. അതിലാണ് ഐ തിങ്ക് പെർഫോമൻസ് വൈസ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ ആയിരുന്നു അല്ലെ? അതെ, ഈ കട്ടുറുമ്പിലെ കുട്ടി താരങ്ങളെ പോലെ ഞാനും വന്നൊരു ഐ തിങ്ക് LKG മുതൽ അഭിനയിക്കുന്ന. അപ്പം നമ്മുടെ കട്ടുറുമ്പുകളുടെ ഫ്ലോറിൽ പറ്റിയ ആളാണ്. ബിക്കോസ് കട്ടുറുമ്പുകൾക്ക് ഒരു നല്ലൊരു റോൾ മോഡൽ ആയിരിക്കും. ബിക്കോസ് ഇവിടുത്തെ കട്ടുറുമ്പുകളൊക്കെ 3 വയസ്സ് 4 വയസ്സ് 8 വയസ്സ് 9 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികളല്ല. ഞാൻ പറയട്ടെ, എനിക്ക് അവരാണ് ശരിക്കും റോൾ മോഡൽസ്. ബിക്കോസ് ഞാൻ വരുന്ന സമയത്ത് ഇതുപോലെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇവരുടെ പെർഫോമൻസ് എന്നും കാണാറില്ല. ലൈക്ക് സാറ്റർഡേ സൺഡേ 8 o'clock ലൈക്ക് അവര് ഷോ ഇസ് ലൈക്ക് ദേ ആർ റോക്കിംഗ്. അപ്പൊ മാളവിക ഇന്ന് നോട്ട്ബുക്കും പെൻസിലായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെ നിന്ന് എന്തൊക്കെ പഠിച്ച് ടിപ്സ് എടുത്തോണ്ട് പോകാന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ റൈറ്റ് ഇറ്റ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഒരു ജഡ്ജ് ആയിരിക്കുന്നു. ജഡ്ജ് ശ്രദ്ധിച്ച് കാണണം ഷോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ശരിക്കും വന്നപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. തിരികെ നടന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നല്ല അടിപൊളി മുടി. എൻ്റെ അമ്മാമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ മുടിയാണ് ഇഷ്ടം. എൻ്റെ മുടി കണ്ടിട്ട് പറയാം, അയ്യോ എൻ്റെ മകൾക്ക് മാത്രം ഇങ്ങനെ ആയല്ലോ എന്ന് എന്നെ കണ്ടിട്ട് എപ്പോഴും കരയുന്നത് ഞാൻ ഓർക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ മുടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇല്ല, ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് മുടിയുണ്ട്. എനിക്ക് പിന്നെ 10 വയസ്സ് കഴിഞ്ഞു. അല്ല, ചെറുപ്പം മുതലേ കുറെ മുടിയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കറുത്ത പക്ഷികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സും എല്ലാം പറയാനുണ്ടോ? ബിക്കോസ് ആരും മൊട്ട അടിക്കരുത്. ഞാൻ ഇതുവരെ മൊട്ട അടിച്ചിട്ടില്ല. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. പിന്നെ എൻ്റെ അമ്മമ്മ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു മുടി, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്കൊരിക്കലും അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ദിസ് ഇസ് ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Subix Kids Wear and Odisea Classmate Shoes and Backpacks. ഇനി അടുത്തതായി വരാൻ പോകുന്നത് ഒരു ഡബ് സ്മാഷ് ആണ്. യുനോ, എന്താ പറയാ, തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം ഞാൻ കാണുന്ന ആ പോസ്റ്ററാണ്. ഒരു ബ്യൂട്ടിഫുൾ പോസ്റ്റർ. യു റിമെമ്പർ? നിവിൻ പോളിനെ സ്കൂളിലൊക്കെ ആ പോസ്റ്റർ വാസ് ലൈക്ക് എല്ലാരും ആ പോസ്റ്റ് കണ്ടിട്ട് തന്നെ ലൈക്ക് ഈഗർലി വെയിറ്റിംഗ് ആണ്. ഓൾസോ ദ നെയിം തട്ടത്തിൻ റഫ് നോട്ട് വരെ ഇറങ്ങി പിള്ളേർക്ക്. സത്യം. അതില് അവര് രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ, ആ പാട്ട്, ആ സിനിമ, പിന്നെ ഈ 6 pack ഉള്ള ബോയ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാ 6 pack എന്നുള്ള ആ ഒരു സീൻ കാണാം. തട്ടത്തിൻ മറയത്ത് ഡബ് സ്മാഷ്. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര. കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്ന്
വന്നൊരു ശ്രീരാഗം മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. വിനോദ ഇനി ഒന്ന് സമാധാനിക്കുക. സെറീനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. ഓറൊന്നിങ്ങ് എത്തട്ടെ. എടാ ഡീസന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റിയ തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഞാന്. അന്ന് ബസ് എന്ന് ഇറങ്ങുന്ന സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ എനക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടം. ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിലും ചാടി ഓളുടെ അടുത്തെത്തിയപ്പോ ടേബിൾ ലാമ്പ് കത്തിച്ച് വെച്ച് അട്ട നോക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാന്ന്. അപ്പൊ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ടേബിൾ ലാമ്പും കത്തിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് വല്ല ഡിക്റ്റേറ്റീവിലും വായിച്ചിരിക്കും. അന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. ഓ എനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു ഇംതിഹാസം അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ 6 പാക്ക് ഉണ്ടായിട്ടാ. 2 ആഴ്ച ജിമ്മിൽ പോയാ എനക്കും വരും 6 പാക്ക്. ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓനെയാണോ വേണ്ടെന്ന്. 8:30 മണിയായി ഓള് എന്താടാ വരാത്തെ? ഒച്ചുണ്ടെങ്കിലടാ മോനെ. നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓളോട് ചാടിക്കടിക്കാനും ദേഷ്യപ്പെടാനും എനിക്കെന്താണ് അവകാശമുള്ളത്? ഇതുവരെ എന്നോട് എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് ഓള് പറയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളയിൽ ഒരുത്തം മാത്രമാണ് നീ. മുസ്തഫി അബ്ദും പറഞ്ഞാണ് ശരി, നീ ഓളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഠിപ്പിലും അറിവിലും മതത്തിലും പെരുമാറ്റത്തിലും എല്ലാം. സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വായിൽ തോന്നുന്നൊക്കെ നിനക്ക് ഓളോട് വിളിച്ചു പറയാം. അതല്ല മാന്യതയുടെ ഒരു അംശമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഓളോളെ പാട്ടിന് വിട്ടേക്ക്. ചേരാൻ അർഹതയുള്ളത് തമ്മിൽ ചേരട്ടെ. സൂപ്പർ! എന്തൊരു നല്ല കാഴ്ച. അജു വർഗീസ് ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? നിവിൻ പോളി ചേട്ടാ ആ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ. റൊമാൻറ്റിക് എന്നുള്ള എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ. ഡാൻസ് ചെയ്യുമ്പോഴേ ഡാൻസ് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്യില്ലല്ലോ. എന്താ ഒന്നും കൂടി ചെയ്താലോ? ഒന്നുമില്ല. അതെന്താ ഒന്നും കൂടി ചെയ്താലേ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ നീ ചെയ്യ. നീ പിന്നെ എന്തും ചെയ്യട്ടോ. റൊമാൻറ്റിക് ആയിട്ട് പിങ്കിനെ നോക്കൂ. അവളെ നോക്കൂ. റൊമാൻറ്റിക് ആയിട്ട് നോക്കാൻ അറിയില്ല? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് 3 പേരും ഇങ്ങോട്ട്. ഇവിടെ പുതിയ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ നാണം കെടുത്താനായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ ചെയ്യൂ. കട്ടുറുമ്പിനൊരു വിലയുണ്ട്. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ. ഇനി ഒന്നും കൂടി. ഇനി റൊമാൻറ്റിക് ആയിട്ട് മേടിച്ചാലല്ലേ വില ഉണ്ടാവുള്ളൂ. എനിക്കിത് വേണം. എനിക്കിത് തന്നെ വേണം. ഓക്കെ മാളു, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കുട്ടികളുടെ ഈ അതിഗംഭീര പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. ബിക്കോസ് ആ സോങ്ങിന് ശരിക്കും അതിനെ റീക്രിയേറ്റ് ചെയ്തു. നിവിൻ പോളി പിന്നെ പറയണ്ട. നിവിൻ പോളി പറയണ്ട. അത് തന്നെ നിവിൻ പോളിയുടെ അതേ ഒരു
ചായ അജു വർഗീസിന്റെ ലൈക് അജുവേട്ടന്റെ ചായ കാച്ചിയ ലുക്ക്. കറക്റ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു. ലൈക് ആ എക്സ്പ്രഷൻസ് അടിപൊളിയായിരുന്നു. അജു വർഗീസിന്റെ അതേ വയറാണ് ഇവന് കിട്ടിയിരിക്കുന്നത് അല്ലേ? അത് കറക്റ്റ് ആയിട്ട്. അജു ചേട്ടന് നിനക്ക് അറിയോ? അറിയില്ല. അജു ചേട്ടൻ ഇത് കാണുന്നുണ്ട്. അജു ചേട്ടാ ഹലോ പറയൂ. അജിത് ചേട്ടാ ഹലോ. ഒരു ഉമ്മ കൊടുത്തേ. അയ്യോ മാളു ചേച്ചിക്ക് ലൈറ്റ് ആയിട്ട് ഒന്ന് സങ്കടം വന്നു. എന്തിനാന്നറിയോ? നിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് മാളു ചേച്ചി നിവിൻ പോളിയുടെ ഒരു ഫാനാണ്, മനസ്സിലായില്ലേ? അപ്പം മാളു പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഓൾ ദി ബെസ്റ്റ്. കെട്ടിപ്പിടിച്ചൊക്കെ കൺഗ്രാറ്റുലേഷൻസ്. മാളു കം ഓൺ. അയ്യേ അങ്ങനെയല്ല. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ മുമ്പിലേക്ക് വരൂ. ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മണ്ണിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ. ആയിഷ so cute. മാളവിക എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നിവിൻ പോളിയുടെ കൂടെയുള്ള ഈ ഡാൻസ്? നിവിൻ പോളി തകർത്തു. ഇഷ തൽവാർ നന്നായി ചെയ്തത് ഞാൻ കൊളമാക്കി. ഇഷ ഭയങ്കര കളിയാക്കലായിരുന്നു അവിടെ ഇരുന്നിട്ട്. മനസ്സിലായി അത് അല്ലേ പിങ്കി? സ്റ്റെപ്പൊക്കെ കുറച്ച് തെറ്റിയല്ലേ? ലൈറ്റ് ആയിട്ട് കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുന്നതാണ് അവൾ പറയുന്നത്. എന്റെ ഡാൻസ് കൊളവാക്കി എനിക്ക് വിഷമം. അവളുടെ ഡാൻസ് കൊളാക്കി ലൈറ്റ് ആയിട്ട് ഒരു വിഷമമുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. വിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് മാലു. താങ്ക് യു ഗൈസ്. തട്ടത്തിൻ മറയത്തിലത്തെ ഒരു ബ്യൂട്ടിഫുൾ സീനാണ് നമ്മൾ കണ്ടത്. നല്ലൊരു കൈയ്യടി. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ ഇനി അടുത്തതായിട്ട് നമ്മളുടെ കട്ടുറുമ്പ് വാർത്ത സെഗ്മെന്റിലേക്കാണ്. ഐ തിങ്ക് ഇറ്റ്സ് യുവർ ഫേവറേറ്റ് ബൈ നൗ. നോ, വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അത് വായിക്കുന്നത് സ്പെഷ്യലി സാധാരണ വാർത്ത കണ്ടിട്ട് നമ്മളൊക്കെ അപ്സെറ്റ് ആയിട്ട് ഡിപ്രഷനിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ വാർത്ത കണ്ടിട്ട് നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പുകയാണ്. യുനോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കട്ടുറുമ്പ് ആൻഡ് ദ മെച്യൂർ പീപ്പിൾ ഓഫ് ദി ഇന്ത്യ. അപ്പൊ ഈ കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല, അവരുടെ മനസ്സിൽ പൊട്ടിച്ചിരികളും തമാശകളും കുട്ടിത്തവും മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ ആർ സോ ഇന്നസെന്റ്. അപ്പം ഇന്നത്തെ കട്ടുറുമ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, കട്ടുറുമ്പിലെ കുട്ടി വാർത്തയിൽ ഏറ്റവും കുട്ടിയായിട്ടുള്ള നമ്മുടെ ശ്രീഹരിയാണ് ഇന്ന് വാർത്ത വായിക്കാൻ പോകുന്നത്. ഐ കാൺട്ട് വെയിറ്റ് ടു സീ ദിസ് വാർത്ത. നമസ്കാരം, കുരുത്തക്കേട് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ലാപ്ടോപ്പ് തല്ലിപ്പൊട്ടിക്കും. പ്രധാന വാർത്തയിലേക്ക്. അതിദുഃഖ വാർത്ത. ഇന്ത്യയിൽ ബാഹുബലിക്ക് 1000 കോടി കളക്ഷൻ. കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യക്കാര് ചുമ്മാ 1000 കോടി പൊടിച്ചു കളഞ്ഞു. അടുത്ത വാർത്ത. പെട്രോളിന്റെ വില 50 പൈസ കുറച്ചു. ലിറ്ററിന് 2664 രൂപയാണ്. 2000 രൂപയായി പമ്പിൽ ചെന്നാൽ സിറിഞ്ച് വെച്ച് ഓരോ തുള്ളി പെട്രോൾ തരാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അടുത്ത വാർത്ത. സത്യസന്ധനും സൽസ്വഭാവിയും ഒറ്റക്കൈനുമായ ഗോവിന്ദസ്വാമി ജയിലിൽ തലകറങ്ങി വീണ്. കൊളസ്ട്രോൾ കൂടിയതാണ് കാരണം. ഉദ്യോഗത്തിന് മികച്ച ചികിത്സ നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതാരൊക്കെയാണ് ഈ വാർത്തയൊക്കെ എഴുതി വെച്ചേക്കുന്നത്? സതീശങ്ങളെ ഞാൻ ഇറങ്ങി വരട്ടെ. ഇനി ഗോവിന്ദസ്വാമിയുടെ ആശുപത്രി കാറ്റയിലേക്ക്. കുരുന്നു ചുണ്ടിലോ നിറഞ്ഞ പുഞ്ചിരി, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും. നുറുങ്ങു കൊഞ്ചലിൽ വളർന്ന മോഹവും നിറം മറഞ്ഞതിൽ
പടർന്ന സ്വപ്നവും ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനീ മാനത്തൂടങ്ങിങ്ങൊന്നോടിക്കോട്ടെ. മാനത്തെങ്ങോ പോയി പാത്തു നിൽക്കും മാലാഖപ്പൂമുത്തെ ചോദിച്ചോട്ടെ. പൂങ്കവിഴ്ക്കിളുന്നിൽ നീ പണ്ടു തേച്ച ചാന്തിനാൽ എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ണും പെട്ടുണ്ടാകും ദോഷം മാറുമോ? ഒരു സന്തോഷ വാർത്ത. രാജ്യാന്തര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കട്ടുറുമ്പിൽ നിന്നും ക്രിസ്റ്റ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന ഷോർട്ട് ഫിലിമിനാണ് ഫസ്റ്റ്. അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന ഷോർട്ട് ഫിലിമിനെ പറ്റി സംവിധായകൻ ക്രിസ്റ്റ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ ക്രിസ്റ്റോ നെടുവര, കട്ടുറുമ്പിലെ ഒരു മത്സരാർത്ഥി കൂടിയാണ്. പിന്നെ ഇപ്പൊ ഡയറക്ടറായി. എനിക്ക് ഈ അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന കഥ കിട്ടിയത് കട്ടുറുമ്പിലെ കുട്ടികളുടെ അമ്മമാരെ കണ്ടിട്ടാണ്. അതായത് നമ്മൾ ഗ്രൂമിങ്ങിനൊക്കെ നിൽക്കുമ്പോ ഡഫ് മാഷും സ്കിറ്റും ഉള്ള സീഡിയുമായിട്ട് അനുരൂപകൾ ദൂരെന്ന് വരും. അപ്പം അമ്മമാരുടെ ഒരു നിപ്പ് കാരണം, അതായത് ക്രിക്കറ്റിന് ബോൾ പിടിക്കാൻ നിൽക്കുന്ന പോലെ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. അനുരൂപങ്ങളുടെ പൊതിഞ്ഞ് ആ സീഡി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്റെ വാരി കിട്ടണം, എന്റെ വാക്ക് കിട്ടണം, എന്റെ വാരി കിട്ടണം, എന്റെ വാക്ക് കിട്ടണം. ഇതേയുള്ളൂ സദാസമയം എല്ലാത്തിനും. ഈ കട്ടുറുമ്പിലെ അമ്മമാരുടെ അടി കാരണം ഉടൻ തന്നെ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. അയ്യോ, അനുരൂപങ്ങൾ ഡഫ് മാച്ച് വെച്ച് വന്നു കാണും. എന്റെ അമ്മയാച്ചനും കൂടെ അവിടെ അടി നടത്തുന്നോ എന്തോ. ഇന്നത്തെ വാർത്താ ബുള്ളറ്റ് ഇവിടെ പെട്ടെന്ന് തീർക്കുന്നു. അടുത്ത ബുള്ളറ്റ് പിന്നെ എപ്പോഴെങ്കിലും ആക്കാം. Eastern Katturumba Kurthakkede Unlimited co-powered by Sumix Kids Wear and Odisha Classmate Shoes and Backpacks. ഇനി അടുത്തതായി once again ഒരു dub smash ആണ്. Who's your favorite actor? മോഹൻലാൽ, കണ്ടില്ലേ, ഇപ്പൊ ലാലേട്ടനെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഒരു ഹിറ്റ് പടം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് നരസിംഹം. ആ സിനിമയിലെ ഒരു ഡബ് സ്മാഷ് പറയുമ്പോ തന്നെ ഈ സ്റ്റേജ് ഒക്കെ കൊണ്ട് കുലുങ്ങും. So let's watch this dub smash and come right back. ആരടിയവൻ? ഇത് തന്നെ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. നോക്ക്, എന്തു ചൂടാ, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം, അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വലവീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനും ലെവലും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പൊ എല്ലാം പറഞ്ഞോലെ വാക്കസ്തേ. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കോണടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. എപ്പോ കേറിയത് ചോദിച്ചാ മതി. വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ടയായാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ.
താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അലോട്ട്. അടിച്ച് പൊളിക്കടാ. സൂപ്പർ ലാലേട്ടൻ കി ജയ്. ഓ സത്യമായിട്ടും നന്നായിട്ട് ചെയ്തു നിങ്ങൾ എല്ലാരും. ഐ എം സോ പ്രൗഡ് ഓഫ് യു സീരിയസ്ലി. ആൻഡ് ലാലേട്ടന്റെ ഓരോ എക്സ്പ്രഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മിനി ലാലേട്ടൻ, മിനി ലാലേട്ടൻ. ഇത് സത്യമായി പറഞ്ഞ് ഞങ്ങൾ മടുത്തോണ്ടിരിക്കുകയാണ്. ബിക്കോസ് എല്ലാ ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് ലൈക് ലാലേട്ടന്റെ പോലെ തന്നെ ലൈക് വാവ്. ദർശനത്തിന് എങ്ങനെയുണ്ട് ഇപ്പം നാട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ദർശനത്തിന് ഇപ്പൊ പുറത്തൊക്കെ വെച്ച് കാണുമ്പോ ആൾക്കാർ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒരു ദിവസം ഞാനോ ഇങ്ങനെ വടിയെടുത്തിട്ട് ചെടീനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ചെടീനെ അടിച്ചോണ്ട് നിക്കുന്ന ഞാനേ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അയ്യോ സോറി, നീ കൊച്ചാണല്ലോ അല്ലേ, ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ. പിള്ളേർക്ക് ഇങ്ങനെ ചെടി അടിച്ചോണ്ടൊക്കെ നിൽക്കാം. ഓക്കെ, അപ്പൊ ചെയ്തോണ്ടിരുന്നപ്പോ അപ്പൊ റോഡിൽ കൂടെ ഒരു ഓഫീസിലുള്ള ആൻഡ് വന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല നീ ഇപ്പൊ എന്താ പറഞ്ഞത്. ഓ കളിച്ചോണ്ടിരുന്നപ്പോ റോഡിൽ കൂടെ ഒരു ആൻഡ് വന്നു ഇങ്ങനെ കാണിച്ചിട്ട് മനസ്സിലായോ? ഇല്ല. ഇങ്ങനെ കാണിച്ചിട്ട് നീയല്ലേ ദർശനത്തിന് എന്ത് ചോദിച്ചു? കട്ടുറുമ്പിലുള്ള കൊച്ചാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊരു കെവിൻ പറഞ്ഞൊരു കൊച്ചില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അല്ല നിങ്ങളുടെ 3 പേരുടെയും പേരാണ് ഞങ്ങളുടെ ബുക്കിൽ എഴുതിക്കുന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ഫാൻസ് ആണ് ഇവർക്ക് എവിടെ പോയാലും. പിങ്കി സൂപ്പർ പെർഫോമൻസ്, എല്ലാരും നന്നായിട്ട് ചെയ്തു. ഹൈഫൈ, സൂപ്പർ സൂപ്പർ. അപ്പൊ താങ്ക് യു, ബൈ, സീ യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ ഇനി അടുത്തതായി വൺസ് അഗൈൻ ഒരു ഡബ് സ്മാഷ് ആണ്. പട്ടണപ്രവേശം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ശ്രീനിവാസൻ സാറിന്റെ ഒരു അടിപൊളി ആ ശബ്ദം മാറ്റിയൊക്കെ പറഞ്ഞിട്ട് ആ CID ആ ഒരു സീനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സീൻ ആൻഡ് കം റൈറ്റ് ബാക്ക്. എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മ എന്ന് എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞു എന്നെ പറ്റി ആയിരിക്കില്ല, തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മേ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മേ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. താനൊന്ന് പോയാട്ടെ, ഇവിടെ ജോലിക്ക് പാരയും വേണ്ട. ആരെവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ്, ഇതിലല്ല, അപ്പുറത്തോടെ വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാൻ നീ ആരാ? എടാ വായ നിൽക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് ഈ വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, അധികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. പോയല്ലോ, പവർക്കട്ടിന് സമയം മാറിയത് ഓർത്തില്ല. അങ്ങപ്പാ ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെത്താൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, അങ്ങോട്ട് കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടുന്നു, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്ന വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ല് മുറുകെ തിന്നാം. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ. എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ. എടാ നീ വെള്ളം നോക്കില്ലേ? അവനോട് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കും ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലേ നിന്റെ ഭർത്താവായത്? ഓ, എടാ തങ്കപ്പ നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറ.
ഉണ്ടാവില്ല. കയ്യും കഴുകി വെച്ച് കഴുകാനങ്ങ് വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാണ്. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. എന്റെ ദൈവമേ, അപ്പൊ പട്ടണ പ്രവേശൻ എന്ന സിനിമയിലെ അടിപൊളി ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ശ്രീനിയേട്ടാ, വാട്ട് എ പെർഫോമൻസ്, സൂപ്പർ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഈ ഫ്ലോറിൽ നന്നായി പെർഫോം ചെയ്യുന്ന 3 പേര് തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ എനിക്ക് മനസ്സിലായത് എങ്ങനെ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളവരെ കണ്ടുപിടിക്കുന്നത്. കാരണം ഓരോരുത്തരും ഇറ്റ്സ് ലൈക്ക് അടിപൊളിയായിട്ടാ ചെയ്യണത്. And I think they are becoming experts at Dub Smash. അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ഇനിയും ഇതുപോലത്തെ അടിപൊളി പെർഫോമൻസുകളായിട്ട് തിരിച്ചു വരാം. ബൈ. See you. Eastern Kattrumbu Kurthakkede Unlimited, co-powered by Civics Kids Wear and Odisha Classmate Shoes and Backpacks. ഇനി അടുത്തതായിട്ട് മാളവിക അറിയോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഒരിടയ്ക്ക് ഞങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു എലിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഞങ്ങൾ ഈ പാരൻസിന്റെ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാരൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കാമായിട്ട് ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ട് ആ ഒരു എലിമിനേഷനെ ഫേസ് ചെയ്ത് മകൾക്കൊരു റോൾ മോഡലായ ഒരു അമ്മയുണ്ട് ഇവിടെ. ആൻഡ് അത് സേറയുടെ അമ്മയാണ്. സേറയുടെ അമ്മ പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ, എന്ത് പറ്റിയാലും ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ. അങ്ങനത്തെ ഒരു ഷീസ് ഗോണ ബി പെർഫോമിംഗ് എ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ടുഡേ. രോഗികൾക്കും സംഘടിക്കാം മാധുരമീ നാട്ടിൽ. രോഗമൊരു കുറ്റമെങ്കിൽ ഡോക്ടറല്ലോ ദ്രോഹി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി. ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ. ചാരുറ്റ താരുണ്യ രാഗമാണ്. എന്താ ഡോക്ടർ എന്നെ വിളിച്ചോ? സിസ്റ്റർ ഏതാ? ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ പുതിയ ആളാ, ഇന്ന് വന്നതേ ഉള്ളൂ. ആണാ? ആണല്ല, വെണ്ണ. ഡോക്ടർ, ആ 7-ാം വാർഡിൽ കിടക്കുന്ന ആള് ശരിയല്ല. അതെന്താ? ഞാൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അയാള് കരളേന്ന് വിളിക്കും. അയ്യോ സിസ്റ്ററെ, കരളേന്ന് വിളിച്ചതല്ല. പിന്നെ അയാളെ ഒരു ലിവർ പേഷ്യന്റാ. ആ ഡോക്ടറെ, 3-ാം വാർഡിൽ കിടക്കുന്ന രോഗി ചോദിച്ചു പ്ലാസ്റ്റിക് സർജറിക്ക് എത്ര രൂപയാവൂന്ന്. അവരോട് ഞാൻ പറഞ്ഞതല്ലേ 3 ലക്ഷം രൂപയാവൂന്ന്. ഇപ്പൊ അവൻ ചോദിക്കുക പ്ലാസ്റ്റിക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എത്ര രൂപ കുറയൂന്ന്. ആ പ്ലാസ്റ്റിക്കിനെ ഒരുക്കി അവന്റെ വായിക്കാത്ത ഒഴിക്കുമെന്ന് പറഞ്ഞത്. ആ പിന്നെ സിസ്റ്റർ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു മരുന്നെടുത്ത് ഡോസ് കൂട്ടി ഒരു ഇഞ്ചക്ഷൻ ഇട്. 3 ദിവസം അവൻ ബോധമില്ലാതെ കിടക്കട്ടെ. സിസ്റ്റർ, നമുക്കൊന്ന് റൗണ്ട്സിന് പോയാലോ? റൗണ്ട്സിന് പോകുന്ന കൊള്ളാം. ആ മറൈൻ ഡ്രൈവ് വഴി പോവരുതേ, അവിടെ മൊത്തം ക്യാമറയാ. അത് മാത്രമല്ല, അവിടെ കുറച്ചു പേര് ചൂലുമായിട്ട് നിപ്പുണ്ട്. ഈ മണ്ടത്തരം കൊണ്ടാണ് എനിക്ക് സിസ്റ്ററെ ഒരുപാട് ഇഷ്ടം. അതെ ഡോക്ടർ, നമുക്ക് ആ 5-ാം വാർഡ് വരെ ഒന്ന് പോയാലോ? 5-ാം വാർഡ് കേൾക്കുന്നേ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ ഡോക്ടർ? ഞാൻ ഇലക്ഷൻ നിന്നപ്പോ എന്നെ തോപ്പിച്ച് വാടാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല.
എന്റെ പൊന്നു ഡോക്ടറെ, ഈ ആശുപത്രിയിലെ 5-ാം വാർഡിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. ഡോക്ടറെ, എനിക്കൊരു സംശയം. ഈ കാഴ്ച ശക്തി ഏറ്റവും കൂടുതലുള്ള ആർക്കാ? അതറിയില്ലേ? മൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തി. അതെങ്ങനെയാ സാറേ? എന്റെ കൊച്ചെ, ഏതെങ്കിലും മൃഗങ്ങൾ കണ്ണാടി വെച്ച് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവർക്കല്ലേ കാഴ്ച ശക്തി കൂടുതൽ. സിസ്റ്റർ, ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ആ ഷിബു ECG എടുത്തു നീ ചോദിച്ചേ? ഞാൻ അവനോട് ചോദിച്ചു. അവൻ തലേ കൈവച്ച് സത്യം ചെയ്തു എടുത്തിട്ടില്ലെന്ന്. എന്തോന്ന്? അല്ല, സാറ് ചോദിച്ചു സൂചി അവൻ എടുത്തോന്ന്. എന്റെ പൊന്ന് തോൽവി, സൂചിയല്ല ECG. അതെ ഡോക്ടർ, ആ ബാത്റൂമിലാണ് നിറച്ചു പാറ്റ. ഏത് ബാത്റൂമിൽ? ദാണ്ട ആ കാണുന്ന ബാത്റൂമിൽ ഒരു വൃത്തിയുമില്ല. എന്റെ സിസ്റ്ററെ, അത് ബാത്റൂം അല്ല, അതാണ് ഇവിടത്തെ ക്യാൻറ്റീൻ. പിന്നെ ഡോക്ടർ, ആശുപത്രിയുടെ വാർഷികത്തിന് എന്റെ വക ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ്. ആണോ? വെരി ഗുഡ്. എന്നാ പാടൊന്നും കിച്ചിക്ക്. അയ്യോ സാറേ, ഞാനൊന്ന് മൂള. അപ്പൊ മൂളലേ ഉള്ളൂ, പാട്ടില്ലേ? അയ്യോ അല്ല, ഞാൻ പാടുന്നുണ്ട്. അയ്യോ ഡോക്ടർ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ സിസ്റ്റർ? ഒരാള് വന്നിരുന്നു, ഡോക്ടർ അന്വേഷിച്ചു. ആരാത്? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത രോഗിന്റെ ആളാന്നാ പറഞ്ഞേ. അവരെന്നെ അഭിനന്ദിക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു ഞായറാഴ്ച അവരുടെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണോന്ന്. അയ്യോ, അന്ന് എനിക്ക് പറ്റില്ല. അന്ന് എനിക്കൊരു മേജർ ഓപ്പറേഷൻ ഉണ്ട്. അയ്യോ, അത് പറ്റില്ല. നിർബന്ധമായിട്ട് ഡോക്ടർ അവിടെ ചെല്ലണോന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോണോന്ന് അവരെന്താ നിർബന്ധമായിട്ട് പറയാൻ കാരണം? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തില്ലേ, ആ രോഗി മരിച്ചു. ഞായറാഴ്ച സഞ്ചാനിയോ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്, ഡോക്ടർ പോയി തിന്നണേ. അയ്യോ, അതെന്തിന്? കൊന്നാ പോവേ, തിന്നാ തീരും. ഡോക്ടർ, എനിക്കൊരു തലവേദന. തലവേദന എന്നൊന്ന് ചെക്ക് ചെയ്യോ? എപ്പ തലവേദന വന്നു? രാത്രിയായ അപ്പ തലവേദന തുടങ്ങുവാണ്. ഹാർട്ട് ബീറ്റ് ഉണ്ടോ? എന്താണ് എന്റെ അസുഖം? എന്താണ്? മതി. ജലദോഷം പിടിച്ച തലവേദന വരോ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഒരു നല്ല കൈയ്യടി കൊടുക്കൂ. ഇത് സാരയുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആയിരുന്നു. തേജസ് ആണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാരയുടെ ഈ പെർഫോമൻസിൽ വന്ന്. താങ്ക് യു സോ മച്ച് തേജസ്. ഇനി ഫോക്കസ് ഓൺ സാര. സാരയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് സാരയുടെ പേരൻസിനെ വിളിക്കാം. സാരയുടെ അമ്മയും അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഹായ് സാര, അമ്മ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അമ്മയുടെ പേര് ബോബി, അപ്പയുടെ പേര് ജോസ്. അപ്പം സോ മാഡത്തിന് വി ഹാവ് മെറ്റ് യു ബിഫോർ. ഇവിടെ തരംഗം സൃഷ്ടിച്ച ഒരു ലേഡിയാണ്. ബിക്കോസ് ഷീ ഡിഡ്, ഐ മീൻ ഷീ വാസ് ഇൻസ്പയറിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. സോ വി ഹാവൻറ്റ് മെറ്റ് യു ടിൽ നൗ. സോ ടെൽ us more about. ഞാനൊരു ടീച്ചർ തന്നെയാണ്. ഓക്കെ, ഫിസാറ്റിലാണ് പഠിപ്പിക്കുന്നത്. ഫിസാറ്റില്? ഓ മൈ ഗോഡ്. അപ്പൊ ഏത് ഇയർ കോളേജ് സ്റ്റുഡൻസിനെയാണ്? ഞാൻ MBA ലാണ് പഠിപ്പിക്കുന്നത്. MBA. എങ്ങനെയുണ്ട്? കട്ടുറുമ്പുകളുടെ ഇങ്ങനത്തെ പിള്ളേരാണോ അതോ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് പിള്ളേരാണോ? പോസ്റ്റ് ഗ്രാജുവേഷൻ പിള്ളേരാണ്. അപ്പൊ ഏതാണ് ഈസി? ഇവിടത്തെ പിള്ളേരാണോ ഹാൻഡിൽ ചെയ്യാൻ ഈസി, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പിള്ളേരാണോ? തീർച്ചയായിട്ടും ഇവിടുത്തെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളവിടെ എത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രൂമേഴ്സ് ഒക്കെ കടന്ന് വെള്ളം കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഫൺ കൂടുതൽ എവിടെയായിരിക്കും. അവർ കുറെ കൂടി സീരിയസ് ആണ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ലൈറ്റ് ഹാർട്ടഡ് ആണ് എല്ലാവരും. ആൻഡ് സാരയുടെ പെർഫോമൻസ്, ലൈക്ക് ഷീ ഹാസ് ഓൾവേസ് ഇവാലുവേറ്റഡ് ഹെർ പെർഫോമൻസസ്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന സാരയുടെ ഒരു ഗ്രോത്ത് ആഫ്റ്റർ കമ്മിങ് ടു കട്ടുറുമ്പ് ആസ് എ ചൈൽഡ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കിത് കാണാം. എന്നിട്ട് യു ക്യാൻ ടോക്ക് അബൌട്ട്. ചന്തു, വൃത്തികേട് കാണിക്കരുത്. മരയെ കണ്ട് സാരി തരുന്നതാ നല്ലത്. വട്ടില്ലാത്തവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെയാണോ ഈ വട്ടന്മാരോട്? ചേച്ചി, നമ്മളെ ശശികളെ പ്രസവിച്ചു. എന്താണ് അച്ഛനും മകളും തമ്മിലുള്ള ഒരു കശവിശ? ഈ വളയൊന്ന് ഇട്ട് തരുവോ? तुझको या तेरे नदीश गिरी वन को नमन करूं.
അയ്യോ, അർജുനന്റെ അല്ല, അഭിഷേകിന്റെ പാന്റിന്റെ മൂടാ കീറിയത്. സൂപ്പർ. അപ്പൊ സാരയുടെ പെർഫോമൻസ് എനിക്കൊരു ചേട്ടനുണ്ട്, ഭയങ്കര പഠിപ്പിസ്റ്റാ. ചേട്ടൻ എവിടെ പോയി? ചേട്ടന്റെ പേരെന്താ? ജെറി. ജെറി. അപ്പൊ നിന്റെ പേര് എനിക്ക് ടോം എന്നിട്ടാ മതിയായിരുന്നല്ലോ. ടോം ആൻഡ് ജെറി. യു ഡോണ്ട് വറി, ഐ വിൽ പുട്ട് യു ഇൻ ദ കറി. എന്തായാലും ഞാൻ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ സാര? സാരയുടെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോരുമ്പോൾ പ്രിൻസിപ്പലിനോട് പെർമിഷൻ ചോദിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അക്കാഡമിക്സിൽ കോംപ്രമൈസ് ചെയ്യാതെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. എന്ത് വേണമെങ്കിലും ആയിക്കോളും, മാർക്സ് വാങ്ങിച്ചാൽ മതി. അത് അമ്മ ഏറ്റല്ലോ. മാർക്സിന്റെ കേസിൽ ഇന്ന് വരെ അവൾക്ക് എല്ലാ പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല. എഴുതിയ പരീക്ഷകളിലൊക്കെ തന്നെ അവൾ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. ഷൈ ആയിരുന്നു. സ്റ്റേജിൽ വരിക, ലൈറ്റ്, ക്യാമറ. എക്സാക്ട്ലി. ഇപ്പൊ അതൊന്നുമില്ല. ഇല്ല, ക്യാമറേനെ പേടിയില്ല. ക്യാമറേനെ എടാന്ന് വിളിക്കൂ. ഞാൻ പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ 5 മണിക്കാണ് ഫംഗ്ഷൻ. ഞങ്ങൾ ഒരു 3:30ക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സെറയുടെ ഒരു പരിപാടി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. പണ്ടൊന്നും അങ്ങനെ ഒരിക്കലും പറയില്ല. അവിടെ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അങ്ങ് കളിക്കും. അതിനൊരു വലിയ താങ്ക്സ് നമുക്ക് വിഷ്ണുവിനാണ് പറയാനുള്ളത്. വിഷ്ണുവിന്റെ ഒരു ട്രെയിനിങ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിങ്ങിൽ സതീഷ് ആണെങ്കിലും അനുരൂപ് ആണെങ്കിലും സുനിലാണെങ്കിലും ഈ പറയുന്ന ഓൺ സ്പോട്ടായിട്ട് കുറെ കാര്യങ്ങൾ മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഓൺലി ഓൺ സ്റ്റേജ് മാളവിക, ബിഹൈൻഡ് ദ സീനിൽ ഡബിംഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേറെ എവിടെയും കിട്ടില്ല. ഇതുപോലെ എല്ലാം കൂടി വേറെ ഒരിടത്തും നമുക്ക്. മാളവിക ഏത് പ്രായത്തിലാണ് ഡബിംഗ് ചെയ്തു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു ഞാൻ കറുത്ത പക്ഷികൾ ഫസ്റ്റ് മൂവിക്ക് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഇതും ഇവിടെ അത് തന്നെയാണ്. അതെ, സാരയുടെ ഡബിംഗ് ലൈക്ക് ഇപ്പൊ സ്കിറ്റിൽ എടുപ്പോൾ തന്നെ ഓരോ എക്സ്പ്രഷൻസ് ഡബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി തിങ് അല്ല. ബിക്കോസ് ഇത് അഭിനയിക്കുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഡബ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ സിങ്ക് ചെയ്തിട്ട് അഭിനയിക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം തന്നെയല്ല. സാധാരണ സിനിമയിൽ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഷൂട്ടിങ്ങിൽ ശേഷമാണ് ഡബ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഡബ് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് പഠിക്കും. ഇത് എങ്ങനെയാന്ന് ആർക്കും അറിയില്ല, ഇത് എങ്ങനെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. വാട്ട് ഇസ് ദിസ്? എന്തായാലും മാളവിക, പ്ലീസ് കം ഓൺ സ്റ്റേജ്. സാര, സോ മാളു ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഷീ സ്റ്റാർട്ടഡ് ഡബിങ്, ആക്ടിങ്, എവറിത്തിങ് നിന്റെ പ്രായത്തിൽ, അതേ പ്രായത്തില് അല്ലേ? അല്ല, സാരയുടെ ഒരു ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സാരയുടെയും എന്റെയും അല്ലാതെ ഈ കട്ടുറുമ്പിലെ എല്ലാ കുട്ടികളുടെയും ഒരു ലക്കി തിങ് എന്ന് വെച്ചാൽ അവരുടെ പാരന്റ്സ് തന്നെയാണ്. ബിക്കോസ് ഇത്രയും സപ്പോർട്ടീവ് ആയ ഒരു പാരന്റ്സ്, മാത്രമല്ല പോസിറ്റീവ് ആയിട്ട് ഭയങ്കര സ്ട്രോങ്. സാരയുടെ അമ്മയെ പറ്റി വന്നപ്പോൾ വെരി ലക്കി ടു ഹാവ് ദം. വെരി ലക്കി. ഗിവ് ദം എ ടൈറ്റ് ഹഗ്. നോ, ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്ത് രണ്ടുപേർക്കും. ഹായടാ. എനിവേ, ഒരു ഗിഫ്റ്റ് ഉണ്ട് സാരയ്ക്ക്. കിടിലം പെർഫോമൻസിന് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. എന്താണ് ഗിഫ്റ്റ് മാളു? ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി സൈക്കിളാണ്. ഓ, ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. സൈക്കിളിന് ഇവിടുത്തെ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒന്ന് റാഗ് ചെയ്യാന്ന് വിചാരിച്ചത് എവിടെ. എന്തായാലും ഒരു അടിപൊളി സൈക്കിളാണ്. പക്ഷെ സാരയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. സാരയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ ഗിഫ്റ്റ്. ഗിഫ്റ്റ് നൽകുന്നത് ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി ബൈസൈക്കിൾ. സൂപ്പർ കളർ കേട്ടോ. സാര, എനിക്ക് ബലൂൺ എനിക്ക് തരുമോ പ്ലീസ്? കേറി പതുക്കെ കയറ്. ഓ സൂപ്പർ. ചവിട്ടി വെക്കും. കാറ്റുണ്ടോ നോക്കി, ബെല്ല് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, എല്ലാം ഉണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഐ തിങ്ക് സാരയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ശരിക്കും പേരൻസ് ആയ നിങ്ങൾ രണ്ടുപേരാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു പാട്ടോട് കൂടി, രണ്ടുപേരും വേണ്ട, എനിക്ക് ഇദ്ദേഹത്തിന്റെ പാട്ട് റിയലി വെൽ എന്ന് ഇവിടുത്തെ കട്ടുറുമ്പുകളൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ സ്വകാര്യം പോലെ സാരയുടെ അച്ഛനെ പഠിപ്പിക്കണേ എന്ന് ഇങ്ങനെ പറയാണ്. എനിക്കറിയില്ല എന്താന്ന്, എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാമുണ്ടോ. വൈ ദ സെയിങ് ദിസ് ടു മീ. 1 2 മൈക്ക് അടുത്ത് വെച്ചോളൂ. 3. हमें तुमसे प्यार कितना ये हम नहीं
जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना. ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 7 ആണ് ഇപ്പോൾ പെർഫോം ചെയ്തത്. ഹിന്ദി യുക്തഗാനം, അതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനി നമ്മളെ വിമുക്തരാക്കാനായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്നെ കുറിച്ചാണ് ഇത് കേട്ടിട്ടാണോ മാഡം ഇദ്ദേഹത്തിന് പറഞ്ഞാ പാടില്ല പക്ഷെ ആരെങ്കിലും പറയാൻ കാത്തു വെക്കുക, പക്ഷെ എന്നോട് ആരും പറയുന്നു. ഇനി സമയമുണ്ടല്ലോ, കട്ടുറുമ്പ് ഇനി നടന്നുകൊണ്ടേയിരിക്കില്ലേ. അപ്പം ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാര ഈസ് വെരി ഹാപ്പി. സാരയുടെ ഫാമിലി ഇവിടെ ഉണ്ട്. സാരയ്ക്ക് ഒരു അടിപൊളി സൈക്കിൾ കിട്ടി. വി ഹാഡ് എൻ എക്സൈറ്റിംഗ് ഗസ്റ്റ് ഓൾസോ. മാളുവിനെ എവിടെയും വിടുന്നില്ല. യു ഹാവ് ടു കം ബാക്ക്. ഓക്കെ, സോ ബൈ.